ആ ഹലോ. ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണമുണ്ട്. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻ്റ് ആണ്. പെൺകുട്ടിയുടെ വീട്ടിലത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ ടീന വരുന്നില്ല. ഞാനും മോനും മോളും കൂടിയാണ് പോണത്. മോളാണ് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് മോളെ കാണിക്കാത്തത്. ടീന വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി ഇവിടെ ഇല്ല. മമ്മിയുടെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിരിക്കണം. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മമ്മി പോയേക്കണം. അത് കാരണം മമ്മി ഇല്ല, അതുകൊണ്ട് ടീനക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾ മാത്രമായിട്ടാണ് പോണ സ്ഥലങ്ങളൊക്കെ വഴിയ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോണേണ്. ഗ്രീൻ നെസ്റ്റ് എന്നുള്ള ഒരു റിസോർട്ടിനകത്തായിരുന്നു പരിപാടി നടത്തി ഫംഗ്ഷൻ വെച്ചത്. അപ്പോൾ ഞാനും മോനും കൂടെയാണ് പോയത്. ടീനക്ക് വഞ്ഞെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. മമ്മി വീട്ടിലാത്ത കാരണം, വീട്ടിൽ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ടീനക്ക് ഒട്ടും വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ, അതായത് അമ്മച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുള്ളിയുടെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ അത്രയും ഏജിൻ്റെ ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് വിചാരിക്കും. ശരിക്കും എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെയും കൂട്ടുകാരനെന്ന് പറഞ്ഞത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ കുറേ ചായ നിരത്തി വെച്ചിട്ടുണ്ട്. അതായത് പല ഫ്ലേവറിലുള്ള ചെമ്പരത്തി പൂവ്, പിന്നെ നമ്മുടെ ശംഖുപുഷ്പം, അങ്ങനെ പല പല ടൈപ്പ് ചായ ഉണ്ട്. പിന്നെ വെൽക്കം ഡ്രിങ്കായിട്ട് മറ്റേ തണ്ണിമത്തൻ, അതേപോലെ വേറെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി ഞാൻ എടുക്കാൻ പറ്റിയില്ല, ഓടിച്ചിട്ടൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ. പെട്ടെന്ന് വൈകിയാണ് ചെന്നതെന്ന് വെച്ചാൽ ചേട്ടനും ചേച്ചിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ താമസിച്ചു. ഞാനും കൂടുതൽ ഇവിടുത്തെ വന്നപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ ഒരു ഇതും കൂടെ ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാമെന്നുള്ള പരിപാടിയിലാണ് എന്തായത്. പക്ഷേ ചേട്ടനും ചേച്ചിയൊക്കെ വന്നപ്പോൾ കുറച്ച് വൈകി. അത് കാരണം നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ സൈഡും കാര്യങ്ങളും ആ ഒരു ആംബിയൻസ് മൊത്തത്തിലൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഫംഗ്ഷൻ നടക്കണ ഇത് മാത്രമേ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ അതിനകത്തോടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെണ്ണിൻ്റെയും ചെക്കൻ്റെയൊക്കെ ഡാൻസ്, പിന്നെ അതേപോലെ തന്നെ വയലിൻ, അങ്ങനെ കുറേ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ പരിപാടി വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാണുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് പോലെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലേ. മോനും മോളവിടെ ഇങ്ങനെ നടക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു റിസോർട്ട് തന്നെയാണ്. ഈ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങിയിലാണ്. കുമ്പളങ്ങി കല്ലഞ്ചേരിയിലുള്ള റിസോർട്ടാണ്. അവിടെ ഒരുപാട് റിസോർട്ടുണ്ട് ഇതേപോലത്തെ. അതിൽ റിസോർട്ടാണ് ഈ ഗ്രീൻ നെസ്റ്റ് എന്നുള്ള റിസോർട്ട്. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറണതാണ്. ഇതാണ് ചെക്കനും പെണ്ണോട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓടിച്ചിട്ട് എടുത്തോളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളാണല്ലോ അതിൽ മെയിനായിട്ട്. അല്ലാണ്ട് പിന്നെ ആ കൂട്ടത്തിൽ കൂടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണം മാത്രം. അല്ല, നല്ല രീതിയിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാണ്. നേരെ അകത്തേക്ക് കയറി ഫുഡ് കോർട്ടൊക്കെ എല്ലാം ഓണായിരിക്കണമായിരുന്നു. ഫുഡിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു സെറ്റപ്പാണ്, എന്നാലും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് വെള്ളയപ്പം, പൊറോട്ട, പിന്നെ മട്ടൻ കുറുമ, അങ്ങനെ കട്ട്ലേറ്റ്, ചിക്കൻ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അത് വേറെ. അതേപോലെ തന്നെ ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, പിന്നെ ദോശ, അങ്ങനെയുള്ള ഐറ്റംസ് അത് വേറെ കൗണ്ടർ. അങ്ങനെ പല പല സെക്ഷനായിട്ടൊക്കെ ആയിരുന്നു ഫുഡ്. പിന്നെ ഐസ്ക്രീം, അങ്ങനെയുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെയും മണവാളിൻ്റെയൊക്കെ ഡാൻസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എടുത്തുള്ളൂ. അപ്പോൾ അത് ഒരു കായലിൻ്റെ സൈഡിൽ തന്നെയാണ് ആ ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് തിരക്കണ്ടല്ലേ, അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പരിപാടിക്ക്. പിന്നെ തിരിച്ചു വന്ന വഴി ഞങ്ങൾ കമ്പോലോ വെക്കുന്ന ആ ഒരു ഇതെടുത്തത്. കമ്പോലോ പൊക്കണല്ല, കമ്പോലോ ഇട്ടിട്ട് കുറച്ച് നേരം മീൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേണ്. ഇതേപോലെ തന്നെ രാവിലത്തെ ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ വൈകിപ്പോയത് കാരണം അത് സാധിച്ചില്ല. എപ്പോഴെങ്കിലും ഞാൻ പറ്റുമെങ്കിൽ ഫുൾ വീഡിയോസായിട്ട് വേറെ ചെയ്തിടാം. പിന്നെ അതുപോലെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നോക്കി നിന്ന് നേരെ വിട്ടുവെന്ന് വെച്ചാൽ അത്യാവശ്യം അവിടെ റോഡ് പണിയൊക്കെ കിടക്കുന്ന കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം പിള്ളേരും വൈകി 10 മണിയായി.